ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൻഹാർ അൽ ഫൈഹ, സിനൗ, ഒമാൻ. KC സെന്റർ, കരുനാഗപ്പള്ളി, കൊല്ലം. പണക്കൊഴുപ്പ് മൂത്ത ചില മുതലാളിമാർ അധികാരം മാത്രം മതി എന്ന ഒറ്റ ഉദ്ദേശവുമായി ഞങ്ങളെ പോലുള്ള പാവങ്ങളുമായി കൂട്ടുകൂടാൻ വരണ്ട. ശശിയണ്ണ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ, ഇത് നമ്മളുടെ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാ. നമ്മൾ അതിനെ പിന്തുണച്ചേ പറ്റൂ. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞ ആ ആചാര്യനോട് എനിക്ക് ബഹുമാനമുണ്ട്. അധികാരത്തിന് വേണ്ടി ജാതിയുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അത് വേണ്ട. ഒന്നാം, നമ്മുടെ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം വളരെ കൂടുതലാ, പ്രത്യേകിച്ച് കേരളത്തില്. ഓരോ ജാതിക്കും ഓരോ സംഘടന, ഓരോ പാർട്ടി എന്ന നിലയിലായി. ഇതൊന്നും അത്ര നല്ല പ്രവണതയല്ല. നിങ്ങളുടെയൊക്കെ ഈ നിലപാടേ തെറ്റാ. സംഘടന കൊണ്ട് ശക്തരാവൂ എന്നും ആചാര്യം പറഞ്ഞിട്ടുണ്ട്. അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓരോ ജാതിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടി. മദ്യം വിഷമാണ്, അത് വാങ്ങരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന ആചാര്യം പറഞ്ഞതിനെ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? മദ്യത്തിന്റെ ചെലവ് കൂടിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ മദ്യത്തെക്കുറിച്ച് സംസാരിക്കാനല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. മദ്യം സർക്കാർ നയമാണ്. ശരി തന്നെ. എന്നാൽ മദ്യക്കച്ചവടം നടത്തി ചില പുത്തൻ പണക്കാരായ സാമൂഹ്യ ദ്രോഹികൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ചില ജാതി സംഘടനകളെയും ജാതിയെ കച്ചവടമാക്കാൻ നിൽക്കുന്നവരെയും കൂട്ടുപിടിച്ച് അധികാരത്തിന് വേണ്ടി തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തുന്നതിന് വേണ്ടിയല്ലേ ഈ രാഷ്ട്രീയ പാർട്ടി? ഏതായാലും എണ്ണിയാ തീരാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയ്ക്ക് ഈ ജാതി രാഷ്ട്രീയം കൂടി ഇനി വേണ്ട. ഇത് നമ്മുടെ തന്നെ ദോഷമേ ചെയ്യൂ. ആർക്കും എപ്പോ വേണമെങ്കിലും പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം. അതിലൂടെ അധികാരത്തിന് വേണ്ടി വിലപേശാം, കൊള്ളയും കൊലപാതകവും വരെ നടത്താം. ഭരണം കിട്ടിയ ഖജനാവ് കാര്യമാക്കി ദൂർത്തടിക്കുക, അതാണ് അവരുടെ ഒന്നേ പറയാനുള്ളൂ. നൂറുകണക്കിന് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാലും ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി അത്യാവശ്യമാണ്. പാവപ്പെട്ടവരോ? ആര്? ഏത് രീതി പാവപ്പെട്ടവര്? ഇന്നും മറ്റുള്ള സമൂഹങ്ങളിൽ വെച്ച് സാമ്പത്തികത്തിന്റെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്നവരല്ലേ ഈ രാഷ്ട്രീയ കക്ഷിയുടെ സാരഥിയാകാൻ കൊതിക്കുന്നത്. അത്രയ്ക്ക് ഈ പാവങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഇവർ സാമ്പത്തികമായി സഹായിക്കട്ടെ ഈ എട്ടും പൊട്ടും തിരിയാത്ത പാവങ്ങളെ. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എണ്ണിയാ തീരാത്ത ബാറുകളും മറ്റു ബിസിനസ്സുകളും നടത്തി പണം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന മുതലാളി സമൂഹമല്ലേ പാവങ്ങളെന്നും പറഞ്ഞ് മുതലെടുക്കുന്നത്. ഒരു സംഘടന ഉണ്ടാക്കുക, അതിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക. എങ്ങനെയെങ്കിലും വൃത്തികെട്ട കളി കളിച്ച് ഭരണം പിടിച്ചു പറ്റാൻ നോക്കുക. ഭരണത്തിലേറി കഴിഞ്ഞാൽ ഇതെല്ലാം മറന്ന് സ്വന്തം കീശ വീർപ്പിക്കുക, സുഖിക്കുക. ഇതാണ് ഈ മുതലാളിമാരുടെ ലക്ഷ്യം. ആയിരിക്കാം. ഇവരെ പോലുള്ളവർ നയിച്ചെങ്കിലേ നമ്മുടെ സമൂഹം ഉന്നതിയിലെത്തൂ. അത് മനസ്സിലാക്കേണ്ട. എല്ലാം കീഴുമേ മറിയും. ലോകത്ത് മനുഷ്യർക്ക് ഇത്രയും ജാതിയും ജാതി സംഘടനകളുടെ രാജ്യം ഇന്ത്യയെ പോലെ വേറെ ഏതൊരു രാജ്യമുണ്ട്? നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ജാതികൾ എത്ര, മതങ്ങൾ എത്ര. നാം ഇപ്പോഴും 16-ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത്. മനുഷ്യൻ മാത്രമാ. അവിടെ ജാതി സംഘടനകൾക്കോ ജാതി പാർട്ടികൾക്കോ ഒരു പ്രസക്തി. സമ്പൂർണ്ണ സാക്ഷരത നേടിയവരാണ് നാം. കാര്യമൊക്കെ ശരിയാ. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അധികാരത്തിലേറി. ഇനി എന്ത് അവകാശമാണ് നിങ്ങൾക്ക് നേടാനുള്ളത്? അവകാശങ്ങൾ നേടി ഇനിയും തൃപ്തിയായില്ലേ? മനുഷ്യൻ എന്നൊരു സമൂഹത്തെ ഒന്നായി കാണാൻ നോക്ക്. എന്തിലും ഏതിലും തുല്യ അവകാശം, അതല്ലേ നല്ലത്? അതെങ്ങനെ? നമ്മുടെ കേരളത്തിൽ ഓരോ മതങ്ങൾക്കും വിഭിന്ന ജാതികൾ, ഓരോ ജാതിക്കും 1, 2, 3 സംഘടനകൾ. നമ്പൂതിരി സമൂഹത്തിന് പല സംഘടന, നായർക്ക് ഒരു സംഘടന, ഈഴവർക്ക് 2, 3 സംഘടന. പിന്നെ അങ്ങോട്ട് ഓരോ സംഘടനകളെ കുറിച്ച് കേട്ടാ ഞെട്ടും നമ്മള് കേരളീയർ. പപ്പം പറയട്ടെ ഒറ്റ ശാസ്ത്രത്തിൽ: പരവൻ സമാജം, മലയര മഹാസഭ, സാംബവർ സഭ, കേരള ഹിന്ദു സാംബവ സഭ, കേരള പുലയർ മഹാസഭ, അയ്യങ്കാളി സാംസ്കാരിക സമിതി, അഖില കേരള പുലയർ മഹാസഭ, പാണാർ മഹാസഭ, സിദ്ധിനർ സർവീസ് സൊസൈറ്റി, വിശ്വകർമ്മ ഐക്യവേദി, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി, വിശ്വകർമ്മ സഭ, തണ്ടാർ മഹാസഭ, കുറവ മഹാസഭ, ഹിന്ദു പാർലമെന്റ്, കേരള സ്റ്റേറ്റ് ഹിന്ദു പാർലമെന്റ്, കർമാചാര്യ സഭ, പട്ടികജാതി പട്ടികവർഗ ഐക്യവേദി, ട്രാവൻകൂർ ഹിന്ദു ചേരമർ മഹാജനസംഘം, അഖില കേരള വേട്ടുവർ മഹാസഭ, അഖില കേരള വിൽക്കുറുപ്പ് മഹാസഭ, അഖില കേരള നാടാർ അസോസിയേഷൻ, കേരള നാടാർ സഭ, ഹിന്ദു നാടാർ സഭ, അഖിലേന്ത്യാ നാടാർ അസോസിയേഷൻ, പാണാർ സർവീസ് സൊസൈറ്റി, കേരള പരവൻ സർവീസ് സൊസൈറ്റി, ചൊക്ലിയർ മഹാസഭ, വിളക്കിത്തല നായർ സമാജം, ഗണക മഹാസഭ. തീർന്നില്ല, ഇനിയുമുണ്ട് നിരവധി സംഘടനകൾ. എന്തിന് ജാതി സംഘടന? എന്തിന് ജാതി പാർട്ടി? മനുഷ്യനെ ഒന്നായി കാണാൻ ഏതെങ്കിലും നേതാക്കൾക്ക് കഴിയുമോ? ജനങ്ങളെ ജാതിയുടെ പേരിൽ മുതലെടുക്കുന്ന, അധികാരത്തിൽ എത്താൻ ശ്രമിക്കുന്ന ഈ ക്രിമിനലുകളെ സമൂഹത്തിൽ നിന്നും തൂത്തെറിയുക. എങ്കിലേ സത്യം, സമത്വം, സ്വാതന്ത്ര്യം, സമാധാനം നമ്മുടെ മനുഷ്യർക്കുണ്ടാകൂ. എന്താ, അതല്ലേ നല്ലത്? ഓരോ ഷോപ്പിംഗും വിസ്മയമാക്കി മാറ്റിയ KC സെന്റർ നിങ്ങൾക്കായി വീണ്ടും അതിശയങ്ങളുമായി കാത്തിരിക്കുന്നു. വ്യത്യസ്തത കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ്. കൂടുതൽ വിശാലതയിൽ കൂടുതൽ പുതുമകളും അതിലേറെ വിസ്മയ കാഴ്ചകളുമായി KC സെന്റർ 2ാം വയസ്സിലേക്ക്. KC സെന്റർ ഗ്രാൻഡ് ഷോപ്പി ഹൈപ്പർ മാർക്കറ്റ്. ക്വാളിറ്റി ഈസ് അവർ കമ്മിറ്റ്മെന്റ്. ഫാത്തിമ ഹെയർ കെയർ ഓയിൽ, ഒരു ചിങ്ങോലി ആയുർവേദ ഉൽപ്പന്നം. നിങ്ങളും ഇന്ന് തന്നെ ഉപയോഗിച്ചു തുടങ്ങും. റിസൾട്ട് നമ്പർ 1 ഫാത്തിമ ഹെയർ കെയർ ഓയിൽ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം. ഫാത്തിമ ഹെയർ കെയർ ഓയിൽ.